പാഠം 442. സൂക്കേട് കൊണ്ട് ഒരു സൂക്കേട്. ഹലോ. സാറേ, ഞാനാണ് ഉത്തമൻ. എന്താ ഉത്തമ? സാറേ, ഭാസ്കരന്റെ സ്ഥലം അളക്കാൻ ചെല്ലാന്ന് പറഞ്ഞ ഇന്നാണ്. രാവിലെ 8:30 സാറ് വരുമെന്ന് പറഞ്ഞത് കാരണം ഭാസ്കരൻ രാവിലെ അവിടെ കാത്തു നിൽപ്പുണ്ട്. സാറ് 8:30 തന്നെ എത്തുമല്ലോ അല്ലേ? ഇന്ന് എനിക്ക് പറ്റില്ല. പറ്റില്ലേ? അല്ല, സാറ് വാക്ക് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാനൊരു വാക്ക് പറഞ്ഞു പോയി എന്നതുകൊണ്ട് ഞാൻ ഭാസ്കരന്റെ അടിമയൊന്നുമല്ല. എനിക്ക് സൗകര്യമുള്ള സ്ഥലം അളക്കാൻ പറഞ്ഞേ. അയ്യോ, അതെന്താ സാർ അങ്ങനെ പറയുന്നത്? ഭാസ്കരൻ ചോദിച്ച ഞാൻ എന്തോന്ന് പറയും? എനിക്ക് ഭയങ്കര വയറുവേനെന്ന് പറയാം. വയറുവേനെ? അതെന്താ വില്ലേജ് ഓഫീസർക്ക് വയറുവേന വരാൻ പാടില്ലേ? ഉത്തമ, ഞാനാണ് വില്ലേജ് ഓഫീസർ. ഭാസ്കരന്റെ സ്ഥലം എനിക്ക് തോന്നുന്നു അളക്കും. അഹങ്കാരി. ഹലോ ഹലോ, എന്താണ് മോഹനേഷ് സാർ ഇങ്ങനെ? സാധാരണ രീതിയിൽ സാറോ സമയം പറഞ്ഞതാണല്ലോ. ഇനിയിപ്പോ വക്കീലുമായിട്ട് വല്ല വഴക്കുണ്ടായി കാണൂ. ഛേ, ഭാസ്കരനോട് ഇനി എന്ത് പറയും? മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഭാസ്കരന്റെ സ്ഥലം അളക്കാൻ വിളിക്കുന്നത്. നീ സൗകര്യമില്ല. മോഹനേട്ടാ, അടുത്ത 25-ാം തീയതി എനിക്ക് ഹൈക്കോടതിയിലൊരു കേസുണ്ട്. പക്ഷേ എനിക്ക് 24-ാം തീയതിയെ പോകണം. എറണാകുളത്ത് പോയി 1-2 ഉദ്യോഗസ്ഥന്മാരും വക്കീലുമാരുമായിട്ടൊക്കെ സംസാരിക്കാനുണ്ട്. 24-ാം തീയതി പോയിട്ട് 25-ന് തിരിച്ചു വരാനോ? അപ്പൊ ഒരു ദിവസം ഞങ്ങളോട് ഒറ്റയ്ക്കാവില്ലേ? അയ്യോടാ, എന്നുവെച്ചാൽ മോനോട് കൊച്ചുകുട്ടിയല്ലേ. പിന്നെ 25-ാം തീയതി തിരിച്ചു വരാൻ പറ്റുമെന്ന് ഉറപ്പില്ല. കേസ് വിളിക്കുന്ന 25-ാം തീയതി ഉച്ച കഴിഞ്ഞാണെങ്കിൽ പിന്നെ 26-ാം തീയതിയല്ലേ വരാൻ പറ്റുള്ളൂ. അത് ശരിയാവില്ല. എന്താ ശരിയാവാത്തത്? കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുവരെ പിരിച്ചിരുന്നിട്ടില്ലല്ലോ. ഈ 24-ാം തീയതി ആദ്യമായിട്ട് നമുക്കൊന്ന് പിരിഞ്ഞിരുന്ന് നോക്കാം. എന്താ ഉണ്ടാവുന്നെന്ന് അറിയണല്ലോ. പിന്നെ ഇവിടുത്തെ കോടതിയിൽ ഇഷ്ടം പോലെ കേസുണ്ട്. പിന്നെന്താ ഹൈക്കോടതി പോകേണ്ട കാര്യം? അങ്ങനെയാ, അവർക്ക് സ്വന്തം ഭർത്താവിനേക്കാൾ സ്നേഹം കേസിനോടല്ലേ? ഞാനിവിടെ ഇവിടെ വന്ന് നിൽക്കായിരുന്നു മോഹനേട്ടാ. ഞാൻ എവിടെല്ലാം നോക്കി. ഇതാ ചായതാ. എനിക്കാണ് ഒട്ടും സമയമില്ല. ഇപ്പൊ തന്നെ മണി 8-ആയി. ഇനി എന്തൊക്കെ തീർത്താൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുക? അതിനിടയിൽ മോഹനായിട്ടുള്ള ചായ ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. ചായ വേണ്ടതാ, പിടിച്ചോ. അപ്പോഴേക്കും പിണങ്ങിയോ? തിരക്ക് കൊണ്ട് പറഞ്ഞതല്ലേ മോഹനേട്ടാ, കുടിക്കേ. മുഖം എന്താ കടന്നൽ കുത്തി പോലെ ഇരിക്കണേ? എന്തിനാ മോഹനേട്ടാ ഇങ്ങനെ ചെറിയ കാര്യങ്ങളുടെ പേര് പിണങ്ങണേ? ഞാൻ പിണങ്ങൽ നിനക്കൊന്നുമില്ലല്ലോ. നിനക്ക് കേസാണല്ലോ വലുത്. അത് കൊള്ളാലോ. തൊഴിലാണ് യഥാർത്ഥ ദൈവം, തൊഴിലിൽ ഒരിക്കലും ഓരോ ഒത്തുതീർപ്പും പാടില്ല എന്നൊക്കെ മോഹനേട്ടൻ തന്നെയല്ലേ പറയാറ്? ചായ കുടിക്കും, ഞാൻ പോവാൻ റെഡിയാവട്ടെ. തീയതി രാവിലെ 8:30 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. 9 മണിക്ക് ഓഫീസിൽ ചെന്ന് അവിടെ നിന്നൊരു കാറിലാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് പോണത്. സദാനന്ദൻ സാറ് 25-ാം തീയതി രാവിലെ എത്തുള്ളൂ. ഞാനും വിദ്യാലക്ഷ്മി സത്യപാലനുമാണ് കാറിൽ പോണത്. ഇതിന്റെ ഒരു കാര്യമില്ല. ഒരു കേസ് പറഞ്ഞ് ഇത്രയും വക്കീൽമാരുടെ കാര്യം എന്താ? നീ പോയില്ലെന്ന് കരുതി ഒരു കുറവില്ല. ഇനി ഇതിന്റെ പേരിൽ വഴക്ക് വേണ്ട മോനേട്ടാ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഹൈക്കോടതി ഒരു കേസ് വാദിക്കാൻ പോണത്. അത് മുടക്കാനുള്ള പരിപാടി നോക്കല്ലേ. സത്യത്തിൽ എന്റെ മോഹനേട്ട സന്തോഷിക്കല്ലേ വേണ്ടത്. 25-ാം തീയതി മുതൽ മോഹനേട്ടന്റെ ഭാര്യ ഹൈക്കോടതിയിലെ വക്കീലാണ്. അതൊരു സംഭവമല്ലേ?
ഈ ജോലി ഉണ്ടല്ലോ, ഇതുവരെ ഒരു ഒറ്റ ദിവസം പോലും ഞാൻ മാറുന്നിട്ടില്ല. അവളുടെ കാര്യം വന്നപ്പോൾ അവൾക്ക് മറന്നു. നമസ്കാരമുണ്ട് ഫോണിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഭാസ്കരന്റെ സ്ഥലം അടക്കം വരാൻ എനിക്ക് മനസ്സില്ല. അത് മനസ്സിലായി സാറേ, പക്ഷേ സാറിന് വയറുവേദനയാണെന്ന് പറഞ്ഞല്ലോ, അതൊന്നും അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. വയറുവേദന വരുമ്പോ അന്വേഷിക്കുക ഉത്തമമായ ഡോക്ടറാ. സാറേ, ഇത് വയറുവേദനയല്ല പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. സാറും വക്കീലും തമ്മിൽ രാവിലെ 1-2 പറഞ്ഞ് വഴക്കുണ്ടായി കാണും. ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ആര്? വക്കീലാ പറഞ്ഞേ? സാറേ സാറേ എന്താണ് കാര്യം? നിങ്ങൾ തമ്മിലുള്ള വഴക്കാകുമ്പോൾ ഞാൻ വിചാരിച്ച തീർക്കാൻ പാടാണ്. എന്നാലും എന്നെ കൊണ്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഉത്തമനല്ല, ആര് ശ്രമിച്ചിട്ട് കാര്യമില്ല. അവക്ക് എന്നേക്കാൾ വലുത് അവളുടെ കേസാണ്. അങ്ങനെ ഒരാളോട് സംസാരിച്ചിട്ട് എന്താ കാര്യം? എന്തായാലും സാർ ഇപ്പൊ പറഞ്ഞത് ഞാൻ സമ്മതിക്കൂല. സാറിന് വക്കീലും വക്കീലിന് സാറുമാണ് ഏറ്റവും വലുതെന്നുള്ളത് എനിക്കറിയാവുന്നത് പോലെ വേറെ ഇവിടെ ആർക്കറിയാം സാറേ? സാറേ സാറേ എന്താണ് പ്രശ്നം എന്ന് പറ. നാളെ അമ്മയ്ക്ക് ഹൈക്കോടതി കേസ്. ഹൈക്കോടതിയില്ല അമ്പോ, എന്നിട്ട് വക്കീൽ അത് എന്നോട് പറഞ്ഞില്ലല്ലോ. ഇത്ര പറയാതിരിക്കുന്നു. ഹൈക്കോടതി ഒരു കേസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമാണ്. അതൊന്നും വർത്താനമാണ് സാറേ. ഇവിടത്തെ കോടതിയിൽ കേസ് വാദിക്കുന്നത് പോലെയാണ് അങ്ങ് ഹൈക്കോടതി എന്ന് പറയുന്നത്. ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? ശരി, വക്കീലിന് നാളെ ഹൈക്കോടതിയിൽ കേസുണ്ട്. അതിന് സാറും വക്കീലും തമ്മിൽ വഴക്കുണ്ടാവേണ്ട കാര്യം എന്താ? നാളത്തെ കേസിന് ഇന്നേ പോണമെന്ന്. രാവിലെ 8:30 ഇവിടുന്ന് പോയി 9:00 ഓഫീസിൽ നിന്ന് കാറിൽ എറണാകുളത്തേക്ക് പോകാനാ പരിപാടി. അവിടെ ഏതൊക്കെ വക്കീലന്മാരോട് സംസാരിക്കേണ്ടത്? ഓ, കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. ഇന്ന് പോകുന്ന വക്കീല് നാളെ കേസും കഴിഞ്ഞ് നാളെ രാത്രിയിലോ മറ്റന്നാ രാവിലെയോ ഇവിടെ എത്തുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം സാർ ഒറ്റയ്ക്കായി. അത്രയല്ലേ ഉള്ളു കാര്യം. അതത്ര ചെറിയ കാര്യമാണോ? കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഞങ്ങൾ പിരിച്ചിട്ടില്ലല്ലോ. എന്റെ സാറെ, കഷ്ടമാണ്. ഇപ്പോഴത്തെ കാലത്ത് ജോലിയുള്ള ഭാര്യയും ഭർത്താവും ഒക്കെ പിരിഞ്ഞിരിക്കുന്നത് ഒരു വലിയ കാര്യമാണോ? സത്യത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുന്നതാണ് വലിയ കാര്യം. അതിനിടയ്ക്ക് ഒരു ഒറ്റ ദിവസം വക്കീലിനെ പിരിഞ്ഞിരിക്കാൻ പറ്റൂല എന്ന് സാറ് പറഞ്ഞ ആരെങ്കിലും കേട്ട മൂക്കത്ത് വിരൽ വെക്കൂലേ? എന്റെ ഭാര്യ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യാത്തതിന് നാട്ടുകാർ മൂക്കത്ത് വിരൽ വെക്കേണ്ട കാര്യം എന്താണ്? അവളെ വിടാതിരിക്കും ഒരു വഴി പറയാം. അവളെ വിടാതിരിക്കും ഒരു വഴി പറയാം. ഞാനാ? സാർ എന്തോ നീ പറയുന്നേ? സാറ് പറഞ്ഞത് കേൾക്കാതെ എറണാകുളത്ത് പോകാൻ നിൽക്കുന്ന വക്കീല് ഞാൻ പറഞ്ഞ കേക്കൂ? സാറേ സാറേ, ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് പറയാൻ കൊള്ളാത്തതാണ്. പിന്നെ സാറിന്റെ ഒരു വിഷമം കണ്ടുകൊണ്ട് പറയുകയാണ്. വക്കീലിനെ സംസാരിച്ചിതിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റൂല. വേറെ വഴി നോക്കണം. വേറെന്ത് വഴി? സാർ ഇപ്പൊ എന്റെ അടുത്ത് ഫോണിൽ പറഞ്ഞില്ലേ വയറുവേദനയാണെന്ന്? അത് എന്നെ വഴി. മനസ്സിലായില്ല. സാറിന് ഭയങ്കര വയറുവേദനയാണെന്ന് പറയണം. പറഞ്ഞാ പോരാ, സാറിന് ഭയങ്കര വയറുവേദനയാണെന്ന് വക്കീലിന് തോന്നണം. സാറിന് ഒട്ടും വയ്യാതിരിക്കുമ്പോ വക്കീൽ എങ്ങനെ പോവും? അത് ശരിയാ. അപ്പൊ ആ വഴി നോക്കാം. സാറ് വയറുവേദനയാണെന്ന് പറഞ്ഞ് അഭിനയിച്ച് തുടങ്ങണം. അപ്പൊ വക്കീലിന് ആകെ പ്രയാസാവും. അപ്പൊ സാറ് പറയണം ഉത്തമനെ വിളിക്ക്, ഉത്തമനെ വിളിക്ക് എന്ന്. അങ്ങനെ വക്കീൽ എന്നെ വിളിക്കും. ഞാൻ പറന്ന് വീട്ടിലെത്തും. ഞാൻ അവിടെ എത്തുന്നത് വരെ അഭിനയിക്കേണ്ട ഉത്തരവാദിത്വം സാറിനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. സാർ വെറുതെ വയറ് പൊത്തിപ്പിടിച്ച് കിടന്നോണ്ടാ മതി. സാറിന്റെ ഭാഗം സാറ് ശരിയായി കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഉറപ്പാണല്ലോ? ഉറപ്പ്. അയ്യോ 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 ബാമേ, എനിക്ക് വയറുവേദന എടുക്കുന്നേ. അയ്യോ അയ്യോ അയ്യോ
എനിക്ക് വയറുവേദന എടുക്കുന്നേ. ഓ ഇതെല്ലാം കെട്ടിപ്പൊതിഞ്ഞ് പോകാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ. എനിക്ക് വയറുവേദന എടുക്കുന്നേ. അയ്യോ എനിക്ക് അയ്യോ 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 എന്താ മോനെ പ്രശ്നം? എനിക്ക് ഭയങ്കര വയറുവേദന. എനിക്ക് എന്റെ അമ്മ ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴാ തുടങ്ങിയത്. അതെന്ത് വയറുവേദന മോഹനേട്ടാ? അങ്ങനെയുണ്ട് ഒരു വേദന? ഒരു കാരണമില്ലാതെ. കാരണമില്ലെന്ന് ആരാ പറഞ്ഞത്? രാവിലെ എഴുന്നേറ്റപ്പോഴേ ചെറിയ വേദന ഉണ്ടായിരുന്നു. നിന്റെ ചായ കുടിച്ചതിന് ശേഷം പിന്നെ ഭയങ്കര വേദനയായേ. അയ്യോ നീ പോവല്ലേ, നീ പോവല്ലേ പാമേ. ഞാൻ ഇവിടെ നിന്നിട്ട് എന്താ മോഹനേട്ടാ കാര്യം? വയറുവേദന ആണെങ്കിൽ ആശുപത്രി പോണം. ആശുപത്രി ഇപ്പൊ പോണ്ട, ഒരു 1.5 മണിക്കൂർ നീ എന്റെ അടുത്തിരുന്നാ മതി. എന്റെ വയറുവേദന. അയ്യോ നീ പോവല്ലേ. അയ്യോ 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 പോവല്ലേ പാമേ. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഓ മോഹനേട്ടാ, ഇപ്പൊ എന്താ വേണ്ടത് മോഹനേട്ടാ? അത് പറ. നീ ഉത്തരം വിളിച്ചിട്ട് എനിക്ക് വയറുവേദന പറ. ഉത്തമനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഉത്തമൻ എന്താ ഡോക്ടറോ? അതല്ല, എനിക്ക് കുറെ കാര്യങ്ങൾ ഉത്തമനെ ഏൽപ്പിക്കാനുണ്ട്. വയറുവേദനയാണെങ്കിലും ഞാനൊരു വില്ലേജ് ഓഫീസറല്ലേ. ഉത്തരം വിളിക്ക്, എനിക്ക് ഉത്തമനെ കാണണം. എന്തൊരു പുകില നോക്കണേ. അയ്യോ നീ പോവല്ലേ. പോയി ഫോൺ ചെയ്യും. അയ്യോ എല്ലാം കൂടെ കെട്ടിപ്പറക്കി പോവാൻ പോണല്ലേ. അയ്യോ 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 എനിക്ക് വയറുവേദന സഹിക്കാൻ വയ്യ. ഉത്തരം വിളിയേ. ശിശുപാലചേട്ടനല്ലേ? ഞാൻ സത്യഭാമയാ. ഒന്നുമില്ല, മോഹനേട്ടന് ഭയങ്കര വയറുവേദനയാ. ഇന്ന് ആഫീസിൽ വരാൻ പറ്റും തോന്നുന്നില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളാൻ കാഞ്ചനോട് പറയണേ. ആശുപത്രി പോണം. പക്ഷെ മോഹനേട്ടന്റെ സ്വഭാവം അറിയാലോ, ഒന്ന് സമ്മതിപ്പിച്ചെടുക്കാനാ പാട്. ശരി, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിച്ചോളാം. അയ്യോ 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 എന്റെ കയ്യോ. അയ്യോ 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 വേറെടുത്തു. അയ്യേ എന്റെ കൈ പോയ. അയ്യോ അയ്യോ വയറുവേദന അല്ല കയ്യേ. അയ്യോ വയറുവേദന. ഉത്തരം വിളിച്ചോ, പെട്ടെന്ന് വരൂ. അതങ്ങനെ പെട്ടെന്ന് വരുന്നത്? ഉത്തമൻ വണ്ടി ഓടിച്ച് ഇവിടെ വരെ വരണ്ടേ? എന്തിനാ ഉത്തമൻ പ്രവേശത്തിക്കല്ലേ? വിളിച്ച അപ്പൊ തന്നെ വരും. കിഷൻകുട്ടിയുടെ ചായ കടയുടെ പ്രവേശത്ത് അവിടെ രാവിലെ കുറെ പേര് ചീട്ട് കളിക്കാൻ വരുമല്ലോ. ഉത്തമ ആ കൂട്ടത്തിൽ കാണും. നീ വിളിച്ചപ്പോ എന്താ പറഞ്ഞത്? ഞാൻ ഉത്തമനെ ഒന്നും വിളിച്ചില്ല. അല്ലെങ്കിൽ തന്നെ ഒരു വയറുവേദന വരുമ്പോ ഉത്തമനെ വിളിച്ചിട്ട് എന്താ കാര്യം? ഞാൻ ശിശുപാലചേട്ടനെ വിളിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട്. മോഹനേട്ടൻ ഭയങ്കര വയറുവേദനയാണ്, ആശുപത്രി പോവാണ്, അതുകൊണ്ട് ഇന്ന് ആഫീസ് വരില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു വില്ലേജ് ഓഫീസറല്ലേ. വയറുവേദന പറഞ്ഞു വില്ലേജ് ഓഫീസർക്ക് ആഫീസിൽ പോകാൻ പറ്റുമോ? അയ്യോ അയ്യോ ഉത്തമനെ വിളിക്കണ എന്തിനാണ്? ആശുപത്രി പോനാ? അതിനെന്തിനാ ഉത്തമൻ? നമുക്കൊരു ഓട്ടോറിക്ഷ വിളിക്കാം, എന്നിട്ട് അതിലെങ്ങ് പോവാം. എന്താ ഉത്തമൻ വന്നാൽ നീ ആശുപത്രി പോവൂ. നീ വരാൻ പറ. ഉത്തമൻ അവിടെ നോക്കിയിരിക്കും. എവിടെ? അല്ല ഉത്തമൻ ചീട്ടുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വിളിവാമേ. അയ്യോ എനിക്ക് ഉത്തമൻ വന്ന്. നീ വേറെ ഇങ്ങോട്ട് വിളിക്ക. നീ ഉത്തമൻ ഇങ്ങോട്ട് വിളി. ദൈവമായിട്ടാ ഉത്തമൻ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. നീ ചെല്ലുവാമേ, ചെല്ലുവാമേ അങ്ങോട്ട്. അല്ല മോനേട്ടാ. അയ്യോ ഉത്തമൻ വന്ന് രക്ഷപ്പെട്ടു. ഇനി എല്ലാം ഉത്തമൻ നോക്കിക്കോളൂ. ഭയങ്കര നമസ്കാരം വക്കീലേ. മോഹനേഷ് സാർ ഇവിടെ ഇല്ലേ? അയ്യോ അതെന്താണ് വക്കീലെ, സാറാണല്ലോ വിളിക്കുന്നത്. മോഹനേട്ടന് ഭയങ്കര വയറുവേദനയാ. ഉത്തമനെ വിളിക്കാൻ പറഞ്ഞ് ബഹളായിരുന്നു. അല്ല അതിപ്പം ഞാൻ എന്ത് ചെയ്യാൻ? ആശുപത്രി കൊണ്ടുപോകാനായിരിക്കും. ഉത്തമ വാ. അയ്യോ സാറിന് എന്നാലും എന്തു പറ്റിയത്? അയ്യോ എന്താ ഇങ്ങനെ? എല്ലാം തീർന്നല്ലോ, ഇനി ഒന്നുമില്ല. അയ്യോ അയ്യോ സാറേ എന്താണ് പറ്റിയത് സാറേ? നിർത്തണ്ട, വിളിച്ചോ, വക്കീൽ പറയുന്നുണ്ട്. അയ്യോ എന്താണ് സാർ? അയ്യോ ഉത്തമം വന്നല്ലോ, ഇനി എന്താ പറയാനുള്ളത്?
എന്താണ് മോഹനേഷ് സാർ? എന്താണ് സാറിന് പറ്റിയത്? പറ. എന്റെ ഉത്തമ, ഭയങ്കര വയറുവേദന. രാവിലെ എഴുന്നേറ്റപ്പോ ചെറുതായിട്ടാ ഉണ്ടായിരുന്നത്, ഇപ്പൊ കൂടി. എന്നിട്ട് എന്താണ് സാർ എന്നെ വിളിക്കാത്തത്? അതിപ്പോ നമ്മൾ ഇന്നത്തെ ദിവസം ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ വിളിക്കാൻ പറ്റും? ഉത്തമൻ വിളിച്ചു പറയാൻ വേണ്ടി പാമ്പ കേട്ടില്ല. ഉത്തമൻ വിളിക്കാൻ പറയുമ്പോ ശിശുപാലനെ വിളിച്ചു. അല്ലെങ്കിൽ ഉത്തമൻ അറിയാമല്ലോ, എന്റെ പാമ്പയ്ക്ക് ഒട്ടും അനുസരണയില്ല. ഉത്തമ, ഒരു ഓട്ടോ വിളിക്കാം, നമുക്ക് ആശുപത്രി കൊണ്ടുപോവാം. എന്തിന്? അയ്യേ വക്കീലെ, ഈ കർക്കിടകത്തിൽ വരുന്ന വയറുവേദനയ്ക്ക് ഭയങ്കരമായ പ്രത്യേകതയുണ്ട്. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ മാറൂല. ഇതിന് നല്ല നാടൻ ചികിത്സയാണ് നല്ലത്. നാടൻ ചികിത്സ നല്ലത്. എന്ത് ചികിത്സ? പിന്നെ അതെ, തിളപ്പിച്ചാറ്റിയ ഒരു ഗ്ലാസ് വെള്ളം ആദ്യം കൊടുക്കുക. അത് കുടിച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോ ഒരു കഷ്ണം ഇഞ്ചി ഇടിച്ച് അതിന്റെ നീര് വെള്ളത്തിൽ കലക്കി ഇത് ഇങ്ങനെ കൊടുക്കുക. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അല്പ ചൂട് കഞ്ഞി, പിന്നെ ഒരു 10 മിനിറ്റ് കിടന്നാ ശരിയാവും. വക്കീലേ, നമ്മുടെ ദാമോദരൻ വൈദ്യം പറഞ്ഞെന്ന ചികിത്സയാണിത്. എന്റെ അമ്മയ്ക്ക് 2 ആഴ്ച മുമ്പ് ഒരു വയറുവേദന വന്നപ്പോ ഈ ഒറ്റ മൂലയല്ലേ ഞാൻ റെഡിയാക്കി കൊടുത്തത്. എവിടെ? 2 ആഴ്ച മുന്നേ കർക്കിടകം അല്ലായിരുന്നല്ലോ. എന്താ? 2 ആഴ്ച മുന്നേ കർക്കിടകം അല്ലായിരുന്നല്ലോ. അയ്യോ സാറൊന്നും അയ്യോ, ഈ മരുന്നിന് മിഥുനൊന്നോ കർക്കിടകമൊന്നോ ചിങ്ങൊന്നോ ഒന്നുമില്ല. എപ്പോ കൊടുത്താലും ഉദ്ദേശിച്ച കാര്യം നടന്നു കളയും. പക്ഷെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, എപ്പോഴും ഒരാൾ അടുത്ത് ഇങ്ങനെ കാണണം. പിന്നെ ഇവിടുത്തെ കാര്യം വക്കീൽ എപ്പോഴും അടുത്ത് തന്നെ കാണുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്ത് ചെല്ല് വക്കീല്, ചെല്ല് പെട്ടെന്ന്. പിന്നെ എത്രയും പെട്ടെന്ന് മരുന്ന് കൊടുക്കുന്നോ അത്രയും നല്ലതാണ്. വയറുവേദന എടുക്കുന്നല്ലേ സാറേ? ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട് സംഗതി? ഇപ്പൊ ഏറ്റവും മനസ്സിലായില്ലേ? ഉത്തമം വരാൻ താമസിച്ചപ്പോ ഞാനൊന്ന് പേടിച്ചു. അവൾ വണ്ടി പിടിച്ച് ആശുപത്രി കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? അയ്യോ, വരാൻ താമസിച്ചത്. വക്കീല് വിളിക്കാതെ എനിക്ക് അങ്ങനെ എടുത്തിയാടി വരാൻ പറ്റുമോ? ഒടുവിൽ ഞാൻ അവിടെ എന്തെങ്കിലും മടുത്തപ്പോ ഞാൻ അത് കഴിഞ്ഞ് കയറി സാറേ, ഞാൻ അവിടെ കുറെ നിന്ന് മടുത്തില്ലേ, പിന്നെ ഞാൻ അതൊക്കെ ഇനി കയറി പോകുന്നത് എനിക്കറിയാമല്ലോ സംഭവം. എന്റെ ഒരാളിന്റെ ബുദ്ധി കൊണ്ടാണ് സാർ രക്ഷപ്പെട്ടത്. ഒരു ഗ്ലാസ് വെള്ളം, ഒരല്പം ഇഞ്ചി നീരും, കുറച്ച് കഞ്ഞി കൂടെ കുടിച്ച് കഴിയുമ്പോ മണി 9:45. പിന്നെ കുടിച്ച് തീരുന്ന വക്കീലിന് പോകാൻ പറ്റൂല. വക്കീലിന്റെ പരിപാടി പൊളിയും. സാറിന് കൃത്യമായി ആഫീസിൽ പോവുകയും ചെയ്യാം. പിന്നെ ഭാസ്കരന്റെ വസ്തു അളക്കുന്ന കാര്യം അതൊക്കെ ശരിയാക്കാം. സാർ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? മരുന്ന് കഴിച്ചാൽ അസുഖം പോകും. അത് പോവും, മരുന്ന് കഴിക്കുമ്പോ അത് പോകും. ആദ്യം പച്ചവെള്ളം കൊണ്ടുവരാനല്ലോ പറഞ്ഞത്. ഇത് ഉത്തമം പറഞ്ഞ മരുന്നല്ല, ദഹനക്കേടിന്റെയാണ് ഈ വയറുവേദന. ദഹനക്കേടിന് ഈ മരുന്ന് വെസ്റ്റ. കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോ ചെറിയുമ്പോ തന്നു വിട്ടതാ. എനിക്ക് അറിഞ്ഞൂടാ. ഈ മരുന്ന് മതി, കുടിച്ചേ. ഇത് കുടിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവേ. വേണോ വേണ്ടയോ? ഈ മരുന്ന് കുടിക്കല്ലേ, നല്ല മരുന്നാ, ഞാനല്ലേ തരുന്നത്. ഞാൻ തരുന്ന മരുന്നിനെക്കാട്ടിലും നല്ലത് ഉത്തമം പറഞ്ഞ മരുന്നാണെങ്കിൽ ഉത്തമനെ കൂട്ടിരുത്തിക്കോ, ഞാൻ പോവാ. അത് ശരിയാവില്ല, അത് ശരിയാവില്ല. വക്കീല് ഒരു കാര്യം പറയുമ്പോ ഞാൻ അതിന്റെ ഇടയിൽ കയറി പറയുന്നത് ശരിയല്ലല്ലോ. അത് മാത്രമല്ല, സാറിന്റെ അടുത്ത് ഞാൻ കൂട്ടിരിക്കാന്ന് വിചാരിച്ചാൽ സാർ എന്നെ ഇവിടെ ഇരുത്തൂലല്ലോ. അതുകൊണ്ട് പിന്നെ സാറ് ഈ മരുന്ന് തന്നെ കുടിച്ചോ. പിന്നെ ആയുർവേദ മരുന്ന് തന്നെ ധൈര്യമായിട്ട് കുടിച്ചെന്ന് പറഞ്ഞോണ്ട് ചാവേന്നുമില്ല. കുടിച്ചോ. പിന്നെ വയറുവേദന പെട്ടെന്ന് പോകും. കുടിച്ചോ സാറേ? മൊത്തം കുടിക്കണ്ട, കുറച്ച് കുടിച്ചാൽ മതി. അടിപൊളി, കുടിച്ചോ. ആയുർവേദം സൈഡ് എഫക്റ്റ് ഇല്ലെന്നേ. മതി. ഇനി കുറച്ചേരം ഇവിടെ കിടക്കുന്നുണ്ട്. ഞാന് സദാനന്ദൻ സാറിനെ ഫോൺ ചെയ്ത് വരാൻ പറ്റില്ല എന്ന് പറയട്ടെ. എന്ത് ചെയ്യാം, മോഹനേട്ടന്റെ വയറുവേദന കാരണം എന്റെ കാര്യങ്ങളും മുടങ്ങി. എങ്ങനെയുണ്ട്? കൈപ്പണ്ട
രക്ഷപ്പെട്ടു. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ വിജയിച്ചു. അപ്പൊ ഭാസ്കരന്റെ സ്ഥലം വളക്കുന്ന കാര്യം ഇനിയിപ്പോ രാവിലെ പറ്റില്ല, വയറുമേഖല മാറി ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഞാനൊരു 9:45 ഇവിടെ നടക്കും. വൈകിട്ട് ആഫീസ് ഇറങ്ങിട്ട് സ്ഥലം വിളക്കാൻ വരുമെന്ന് ഭാസ്കരനോട് പറഞ്ഞു. അപ്പൊ ശരി, ഞാൻ പോട്ടെ. ഇതിനൊക്കെ ചെലവുണ്ട് കേട്ടോ. ഒരു ചായ ഇവിടെയല്ലേ? പോട്ടെ സാറേ. ഇങ്ങോട്ട് കയറാൻ നേരത്ത് നല്ല ആവേശത്തിൽ കയറി തിരിച്ചിറങ്ങാനാണ്. വേഗം പോ നോക്ക്. അപ്പൊ എല്ലാം പറഞ്ഞോലേ സാറേ. രക്ഷപ്പെട്ടു. അയ്യോ പാവം, രാവിലെ അടുക്കി വെച്ചതാ. ആ ശരി സാർ. അത് ഞാൻ വിദ്യാലക്ഷ്മി വിളിച്ച് പറഞ്ഞോളാം. നാളെ രാവിലെ എത്തിക്കോളാം. ശരി. സാറിന് പറഞ്ഞു. എന്തു പറയാൻ? മോഹനേട്ടന് വയ്യ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല, വന്നേ പറ്റൂ എന്ന് പറയാൻ സദാൻ സാറിന് പറ്റൂ. വേദന കുറവുണ്ടോ? വേദന ശരിക്കും കുറഞ്ഞു. നല്ല മരുന്നാണ്. ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വേദന ശരിക്കും മാറും. 1 മണിക്കൂറൊന്നുമല്ല, എല്ലാം ശരിയാവണമെങ്കിൽ ഇന്ന് ഒരു ദിവസം റെസ്റ്റ് എടുക്കണം. എന്നാലും നീ സ്നേഹമുള്ളോളാ. ഒരു വയറുവേദനയ്ക്ക് മരുന്ന് തന്നുണ്ടോ? അല്ല, ഞാൻ കരുതി നിനക്ക് എന്നേക്കാൾ സ്നേഹം കേസിനോടായിരിക്കും. എനിക്ക് വയറുവേദന അറിഞ്ഞപ്പോ കേസൊക്കെ മാറ്റിവെച്ച് എന്നോടൊപ്പം ഇരിക്കാൻ സമ്മതിച്ചല്ലോ. എനിക്ക് സന്തോഷായി. അതൊരു പെറ്റി കേസാ. ഒരു പോക്കറ്റ് അടി കേസിലെ ജാമ്യാപേക്ഷ. അതിന് ഞാൻ പോകേണ്ട കാര്യം എന്താ? വിദ്യാലക്ഷ്മി പോയാ പോരെ. പോക്കറ്റിന്റെ കേസോ? ഹൈക്കോടതിയിലോ? ഹൈക്കോടതിയിലൊന്നല്ല, ഇവിടെ മജിസ്ട്രേറ്റ് കോടതിയില്. അപ്പൊ നാളെ ഹൈക്കോടതി കേസുണ്ട്, ഇന്ന് പോണെന്ന് പറഞ്ഞതോ? ആര് പറഞ്ഞു? ഓ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കേസോ? ആ കേസ് അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചു. ഞാനത് മോഹനോട് പറയും. അല്ലെങ്കിൽ തന്നെ ഇന്ന് എറണാകുളത്ത് പോവുകയാണെങ്കിൽ ഞാൻ മോഹനോട് പറയാതിരിക്കൂ. അപ്പൊ നീ എറണാകുളത്ത് പോകാനല്ലേ രാവിലെ റെഡി ആയത്? ആ കേസ് അടുത്ത മാസമല്ലേ ഉള്ളൂ. അപ്പൊ നീ ബാഗിലെല്ലാം എടുത്ത് വെച്ചത്? അലക്കി തേച്ച ഡ്രസ്സാ. ബാഗ് വെച്ചാ പാറ്റയുടെ ശല്യം കുറയും, അതുകൊണ്ട് ചെയ്തതല്ലേ. ഞാൻ എല്ലാം വലിച്ചെറിയുകയും ചെയ്തു. ഓ, അപ്പൊ അതാണ് കാര്യം. ഞാൻ എറണാകുളത്ത് പോകാൻ റെഡിയാകുകയാണെന്ന് കരുതിയാണ് വില്ലേജ് ഓഫീസർ ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കിയത്. ഞാൻ പോവാതിരിക്കാൻ അവിടെ വരുന്നല്ലേ ഈ വയറുവേദന. അങ്ങനെ ചോദിച്ചാ നീ പോയാൽ ഞാനിവിടെ ഒറ്റയ്ക്കാവില്ലേ? അതുകൊണ്ടാ. എന്റെ മോഹനേട്ടാ, എന്നാൽ ഇതൊരു അക്രമമായി പോയേ. വെറുതെ എന്റെ കേസ് ഞാൻ വിദ്യാലക്ഷ്മി ഏൽപ്പിക്കുകയും ചെയ്തു. സാരമില്ല, പോക്കറ്റ് കേസ് നീ തന്നെ വായിച്ചോളാന്ന് സാറിനെ വിളിച്ച് പറ. എറണാകുളത്ത് പോകുന്നില്ലേ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആഫീസിൽ പോകാൻ ചെയ്യാലോ. ഇത് രണ്ടും ഒന്നും നടക്കില്ല. എന്താ? മണി 8 കഴിഞ്ഞല്ലേ ഉള്ളൂ. പക്ഷേ മോഹനേട്ടന് ഞാൻ തന്ന മരുന്ന് വയറിളകാനുള്ളതാണ്. ദഹനക്കേടിന് അതാ നല്ലതെന്ന് ചെറിയമ്മ പറഞ്ഞിരുന്നു. ഇന്നൊരു ദിവസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. വൈകിട്ടാവുമ്പോഴേക്കും വയറ് നല്ല ക്ലീൻ ആവും. എന്താ? മരുന്ന് ഏറ്റെന്ന് തോന്നുന്നു. രോഗം ചില സാഹചര്യങ്ങളിൽ ഒരായുധമാണ്. മറ്റുള്ളവരുടെ സ്നേഹവും പരിഗണനയും കിട്ടാനും ജോലികൾ ചെയ്യാതിരിക്കാനുമൊക്കെ ആ ആയുധം ഉപയോഗിക്കാം. പക്ഷേ ഇല്ലാത്ത രോഗം അഭിനയിച്ച് രോഗത്തെ വിളിച്ചു വരുത്താൻ ഈ വില്ലേജ് ഓഫീസർക്കേ കഴിയൂ. മോഹനകൃഷ്ണൻ ഇപ്പോൾ ചെന്ന് വീണിരിക്കുന്ന പ്രതിസന്ധി എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം.